നന്ദക്കുട്ടി എന്തിനാ പിണങ്ങിയത്? എന്തിനാ പിണങ്ങിയത്? അക്കുവിനോടാണോ പിണങ്ങിയത്? ഈ എന്തിനാ സ്കൂട്ടർ കൊണ്ട് ഓള് കളിക്കുമ്പോ സമ്മതിക്കാഞ്ഞ്? സാരല്ല, നമുക്കൊരു സ്ഥലം വരെ പോവാം. അക്കുവിനെ കൂട്ടാതെ പോയാലോ? എന്നാലും വാങ്ങിച്ചു തരാം. അക്കു വാങ്ങിച്ചു തരും. നമുക്ക് അക്കുവിനെ കൂട്ടാതെ പോയാലോ? അമ്മ വാങ്ങിച്ചു തരാം. ഓക്കെ, നമുക്ക് അക്കുവിനെ കൂട്ടാതെ പോയാലോ? അത് ഓക്കെ ആണോ? എന്നാ അക്കു ഈ വരണ്ട കേട്ടോ ഞങ്ങളെ കൂടെ. പോ, അന്നെ കൊണ്ടുപോണില്ല. നമുക്ക് പണിഷ്മെന്റ് അക്കുവിന്. നോ, അക്കു ഈ വരണ്ട കേട്ടോ. എടാ ഇവനെ കൂട്ടണ്ട കേട്ടോ. ഒരു വട്ടം കൂട്ടാൻ നമുക്ക് കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോ അവനെ കൂട്ടാം. ആ സീറ്റ് അജുമാവിന് കൊടുക്കും. നന്ദ കൊടുത്തോളൂ. അപ്പൊ നിങ്ങളല്ലേ തെറ്റിയ ആൾക്കാര് മിണ്ടാൻ പാടില്ല, കളിക്കാൻ പാടില്ല. തെറ്റിയതല്ലേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു വീണ്ടും. നന്ദ തെറ്റിയതല്ലേ? നല്ല തെറ്റിലാണല്ലോ ഈ തെറ്റിന്. ഇതെന്താ 5 മിനിറ്റ് പോലും നിൽക്കാത്ത തെറ്റില്? ഒരു കടി കൊടുക്ക്. ഒറ്റ കടി. സന്തോഷല്ലേ? ഇപ്പൊ പകരം വീട്ടിലേ നമ്മള് കൊടുകൈ വിടുകൈ. നിന്റെ അച്ഛന്റെ സൂത്ര. നന്ദ വലിയ കാര്യങ്ങളൊന്നും ഈ ഓഫർ ഒന്നും പറയല്ലേ. അക്കുചേട്ടൻ വലിയ കുട്ടിയായി ജോലി കിട്ടിയിട്ട് നന്ദക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കുക? ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക. ബൈക്കാണ് ഫേവറേറ്റ്. പിന്നെ സൈക്കിളും ഫേവറേറ്റ് ആണ് കേട്ടോ. കാറും ഫേവറേറ്റാ. അക്കുചേട്ടന് ജോലി കിട്ടിയിട്ട് അക്കുചേട്ടൻ എന്താ വാങ്ങിച്ചു തരാ വെച്ച് നോക്ക്. അക്കുനെ ജോലി കിട്ടി എന്താ പഠിച്ചരാ? ഐസ്ക്രീം, മിഠായി. അതല്ല, അക്കുചേട്ടൻ എന്താ വാങ്ങിച്ചു തരാന്നാ ഞാൻ ചോദിച്ചേ. ടോയ്സ് ആണോ? നന്ദ ജോലി കിട്ടിയിട്ട് അക്കുചേട്ടൻ എന്താ വാങ്ങിച്ചു കൊടുക്കുക? വല്ലാതെ വിടണ്ടാ. സ്കൂട്ടറാണ് അക്കുചേട്ടന് വാങ്ങിച്ചു കൊടുക്കുക. കാറ് വാങ്ങിച്ചു കൊടുക്കുവോ? ഇങ്ങനത്തെ കാറ്, ശരിക്കുള്ള കാറ് എന്നാ ഉദ്ദേശിച്ചത് കേട്ടോ. അമ്മയ്ക്ക് എന്തൊക്കെയാ വാങ്ങിച്ചു തരാ? JCBയോ? JCB ഡ്രൈവർ ആണോ? അക്കുന് ഇഷ്ടപ്പെട്ട, അക്കുന് ഇഷ്ടാണ് JCB അല്ലേ? നന്ദ അമ്മയ്ക്ക് എന്താ വാങ്ങിച്ചു തരാ? JCB എന്തിനാ എനിക്ക് വയസ്സാവൂലേ അപ്പേക്ക്? എനിക്ക് എന്താ വാങ്ങിച്ചു തരാ? ആർക്കൊന്നും വാങ്ങിച്ചു തരൂലടാ. ഈ ഓൾക്ക് ആ സീറ്റ് കൊടുത്തില്ലല്ലോ, ഒന്നും വാങ്ങിച്ചു. പിന്നെ ബസ്സോ? അതായിരിക്കാ. അത് റിച്ചല്ലോ. പിന്നെ ആ കാർ വന്നിട്ടോക്കി നമ്മളിപ്പോ എങ്ങോട്ടാ പോണെന്നൊന്ന് പറഞ്ഞ എന്താ? നമ്മള് പച്ചക്കറി പറിക്കാൻ പോവാണ്. പച്ചക്കളി അല്ല, പച്ചക്കറി. കരിയല്ല, പച്ചക്കറി. ഒന്നുകൂടി പറ. പച്ചക്കറി. കറി എന്ന് പറഞ്ഞേ. കളിയല്ല, കറി. പച്ചക്കറി. ഇങ്ങനത്തെ കൊറേ കാറ്. ഈ അജിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കൂലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാ കാറ് വാങ്ങിച്ചു കൊടുക്കുന്നത്? അജിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കൂലെന്നല്ലേ പറഞ്ഞത്? ഏത് ഗിനി? എനക്കൊരു ഗിനി, എന്തായാലും എനക്കൊരു ഗിനീനെ വാങ്ങിച്ചു തരുവോള് അല്ലേ? അക്കൂന് അക്കൂനൊരു പൂച്ചേനെ. അബയ്ക്കും പൂച്ച. നമ്മളൊരു കടന്നുകയറ്റത്തിനാണ് വന്നിരിക്കുന്നത്. ചെമ്പരത്തി വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയാ നോക്ക്.
അതിന്റെ ലീഫ് കേട് വരും. ഇതിനൊരു കഥ ഉണ്ട്. ഇതൊരു വേറെ രാജ്യക്കാരിയായിട്ടുള്ളൊരു ഒരു ലേഡി ശില്പിക്ക് കൊടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് അല്ലേ? വാവ്, സൂപ്പർ. ചേനയാണിത്. ഇന്നിവിടെ വന്നതിന് കുറച്ച് ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ. അക്കു കണ്ടെത്തിയ ആൾക്കാരെ. ഇത് ശില്പ ചേച്ചിന്റെ തന്നെയാണ്. ഇന്നലെ കാണിച്ചു നീന്നു. ഇന്നലെ വന്നിരുന്നു അല്ലേ? അച്ചടാ, ഇത് ശില്പേന്റെ കെയറിങ്ങിൽ വളരുന്ന ആൾക്കാരാണ് കേട്ടോ. പിടിക്കണ്ട, പിടിച്ച അതിന്. ആ, എന്റെ കാലിന്റെ ഇടയിൽ തടുത്തത്. കഴുത്തിൽ പിടിച്ചെടുത്തോ. ആ, വരെ. ഇതിനെങ്ങനെയാ എടുക്കുക അറിയോ പൊന്നു? ഇതാ, പേടിക്കണ്ട പൊന്നു. ഇതാ, ഇങ്ങനെയാണ് പൂച്ചക്കുട്ടീനെ എടുക്കുക. കണ്ടോ, ഇങ്ങനെയാണ് പൂച്ചക്കുട്ടീനെ എടുക്കുക. ഇങ്ങനെ എടുക്കാൻ പേടിയാ? അമ്മ കണ്ടോ, അത് സൂപ്പറായിട്ട് ഇരിക്കുന്ന കണ്ടോ. ഇതിന്റെ അമ്മ, പൂച്ചക്കുട്ടീന്റെ അമ്മ ഇങ്ങനെയാണ് കടിച്ചു കൊണ്ടുപോവാ ഒരു സ്ഥലത്തേക്ക്, എടുത്തു കൊണ്ടുപോവാ. ഇത് സേഫാണ് കണ്ടോ, അവർക്ക് വേദനിക്കില്ല. അത് കംഫർട്ടായി കിടക്കുന്നത് കണ്ടോ. കൊല്ലൂലടി, ഇത് ഇങ്ങനെ, ഇത് കംഫർട്ടായിട്ട് പൂച്ച എടുക്കുന്ന പോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കണ്ടോ. ഇത് മദർ ആണെന്ന് അതിന്റെ വിചാരം. അത് ഇരിക്കുന്നുണ്ടോ കംഫർട്ടായിട്ട്. അതിന്റെ മദറിന്റെ കയ്യിൽ ക്യാമറ ഉണ്ടല്ലോ. അതിന്റെ മദർ ഇങ്ങനെ ക്യാമറ തൂക്കി പിടിച്ച് അതിങ്ങനെ പിടിച്ച് ഡെയിലി നോക്കാറുണ്ട്. അങ്ങനെയാണല്ലോ അതിന്റെ മദർ. അയ്യോ, അതിന്റെ മദറിന്റെ ഡെലിവറി കഴിഞ്ഞത് ഹമ്മദിനായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് വന്നത്. ഇതാ പൂച്ചയ്ക്കുള്ള തൊട്ടിലാട്ടോ ഇവിടെ. തൊട്ടിലടക്കുണ്ട് ഇവിടെ. അത്രയും കെയറിങ്ങിലാണ് അതിനെ കൊണ്ടു നടക്കുന്നത്. ഇത് VIP പൂച്ചയാണ്. ഇത്ര 2 കാലിൽ 2 കളർ. അതാണ് ഇവള് കണ്ട ഒരു ഹൈലൈറ്റ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. 2 കാല്, ഒരു കാല് ബ്ലാക്കും ഒരു കാല് വൈറ്റും. വെറൈറ്റി പീസുകളാ. തൊട്ടിലടക്കണ്ട് കുട്ടികൾക്ക്. പറിച്ചല്ലേ? കുടുങ്ങി പോകുന്നില്ല. അവർക്ക് അറിയാം കേട്ടോ, അതിൽ കളിക്കാൻ. അവര് സ്ഥിരം കളിക്കുന്ന. പറിച്ചു അല്ലേ? ആഹാ, നോക്കി ആരാ വന്നിരിക്കുന്നത്. നമ്മള് പച്ചക്കറി പറിക്കുമ്പോഴേക്ക് കൂടെ വന്നിരിക്കുന്ന ആരാ നോക്ക്. പൂച്ച പച്ചക്കറി കഴിക്കില്ല. പൂച്ച ഫിഷാ കഴിക്ക. നന്ദ കഴിക്കില്ല. അമ്മേ, നന്ദ പൂച്ചക്ക് തക്കാളി കൊടുത്തിരിക്കുന്നു. പൂച്ച കഴിക്കില്ല കേട്ടോ. പൂച്ച ഫിഷാ കഴിക്ക. അതാണ് ഏറ്റവും റെഡ് അല്ലേ? ഏറ്റവും ചെറുതും ഏറ്റവും റെഡും. ആ, പറിച്ചോ. നമുക്കെല്ലാം കൊണ്ടുപോവോളോ വീട്ടിൽ നിന്ന്. പൂച്ചക്കുട്ടികൾ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കൃഷിയിടത്തിൽ നടക്കുന്നേ വാട്ടർമെലൻ. ഇതാ നണ്ടോ, നന്ദ വത്തക്ക ഉണ്ടായത് നോക്ക്. ഉണ്ടോ, വത്തക്കയാണിത്. അതിപ്പോഴല്ല, വലുതായിട്ട് നമുക്ക് പറിക്കാം. ഞാനും പറിക്കട്ടെ കേട്ടോ. കണ്ടോ തക്കാളി ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇതൊക്കെ സിമ്പിൾ അല്ലേ? അതന്നെ. അന്നുങ്കിട്ടോ അതിന്റെ വിത്ത് വാങ്ങി കുഴിച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചപ്പോ കടയിൽ പോയിട്ട് സണ്ണു 2 കിലോ വാങ്ങിച്ചാ പോരാ. എന്തിനാണിത് കഷ്ടപ്പാട്? വെറുതെ ഉണ്ടാക്കി മെനക്കെട്ട് അതിന് വെള്ളം ഒഴിക്കണം, അതിന് വളം ഒഴിക്കണം, എന്തൊക്കെ നോക്കണം, അതിന് വെയില് മറ്റേതാക്കണം, ഇതാക്കണം. ഇതൊന്നും ആവശ്യമില്ല. ആ കേക്കും വേണം. അതിലേറെ വെച്ചെന്താ, നേരെ കടയിൽ പോവാ, വാങ്ങിക്കാ, പരിപാടി കഴിഞ്ഞു. എന്റെ പാരന്റൽ ടച്ച് കൊണ്ട് അതെന്റെ പിന്നാലെ തന്നെ നടക്കുന്നു. പിന്നാലെ നടന്ന് പാരന്റൽ ടച്ചാ, പിന്നാലെ നടന്ന് ഫാദർ ടച്ച് ആവൂലേ? എനിക്ക് കറുത്ത പൂച്ചനെ ഭയങ്കര ഇഷ്ടാ. അങ്ങനെയല്ല, അതിന്റെ നമുക്ക് ഈ കറുത്ത പൂച്ചനെ കൊണ്ടായാലും എന്താ? അതിന്റെ ഫേസ് കണ്ടിട്ട് എന്താ അറിയാ തോന്നുന്നത്? പാരന്റൽ ടച്ചിലെ ദാസായതാടാ. അങ്ങനെയൊന്നും അല്ല. അക്കുവിന്റെ ഓരോ പരീക്ഷണാണ്. ഈ പാട്ട് കേട്ട പൂച്ചകളൊക്കെ 4 കാല് പൊക്കുന്നോനൊരു വീഡിയോ കണ്ടു. അത് സത്യമാണോന്ന് അറിയാൻ പാട്ട് കേൾപ്പിക്കാം. മനസ്സിലായില്ല അക്കു? ഞാൻ അത് എത്ര വട്ടം അക്കുവിനോട് ക്ഷമിക്കാന്ന് പറഞ്ഞിട്ട് അക്കു വിശ്വസിക്കുന്നില്ല. പൂച്ചകൾ മൈൻഡ് ചെയ്യണേ അല്ല. മുടി കടിച്ചോ? ഇങ്ങനെ തള്ളുന്നേ? ഇതൊക്കെ കഴിഞ്ഞ ശിശിന്റെ പൂച്ചൊക്കെ ജീവൻ കൊണ്ട്
ഓളെ പൂച്ച സൗദിക്ക് നാട് കിടക്കുത്ര ഞങ്ങള് പോകുമ്പോഴേക്ക്, അതാണ് പേടിയുന്നത്. പുതിയ അന്തേവാസികളെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിക്കണ ശരിയല്ല. കഴിഞ്ഞോ? തൊട്ടില് വരെ ഉണ്ട്. ഇല്ല ഇനിയുണ്ട്. തണ്ണിമത്തം കണ്ടോ? ഇപ്പൊ തന്നെ മുറിച്ച ഓള് കൊല്ലും. ഇത് തണ്ണിമത്തം വലുതായിട്ട് നമുക്ക് വരാം. ഇത് തക്കാളി, നീണ്ട തക്കാളി. ഇതെന്താന്നറിയോ നിനക്ക്? ഇതെന്താ സാധനം? ആ റാഡിഷിന്റെ മരാണ് ഇത്ര. ഇത് മരല്ല തൈയാണെന്ന്. അതിന്റെ വിത്താണ് ഇത്ര. ഇത് റാഡിഷ്. എവിടെ റാഡിഷ്? ആഹാ, അതാ റാഡിഷ്. വാവ്, സൂപ്പർ. റാഡിഷ് ആരാ തിന്നുന്നത് അറിയോ? റാഡിഷും കഴിക്കും. ഹൈബ്രിഡാ. എവിടെ? ആ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ചെമ്പരത്തി സൂപ്പറാണേ. ഇത് ചെമ്പരത്തി അല്ല കേട്ടോ. ഇത് അവളെ എനിക്ക് മുന്നേ വിരിയും, നല്ല ഭംഗിയുള്ള ഒരു പൂ ഈ ചെടിയിൽ വിരിയും പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ വിരിഞ്ഞ് കണ്ടില്ല കേട്ടോ. രാത്രി വന്നപ്പോ അപ്പൊ അവള് എനിക്ക് കാണിച്ചു തന്നാ ഇത് വിരിഞ്ഞത് കണ്ടോന്ന്. ഇതും അടിപൊളി അല്ലേ? വയലറ്റ് പൂക്കള്. യേസ് മോളെ. ഇതെന്താന്നറിയോ? ഇതാണ് മൊയല് തിന്നുന്ന റാഡിഷ്. മൊയൽ ഇവിടെ അല്ല, റാഡിഷ് മാത്രമേ ഉള്ളൂ. തൊട്ടില്ല, അടങ്ങിയിരിക്കടാ. അടങ്ങിയിരുന്ന അത് ഇറങ്ങി വരികയാണ് കേട്ടോ. എല്ലാം നോക്കി ചാടി ഇറങ്ങി വരുന്നു, പിന്നാലെ വരുന്നു. ഭയങ്കര ഇവള് എടുത്ത് കൊഞ്ചിച്ചിട്ടാ തോന്നുന്നു. കഴുത്തിന് പിടിക്കാന്താ, കഴുത്തിന്. ഞാൻ പിടിക്കും. ആ, ഇവളെ പൂച്ചക്കുട്ടികള് ഇതിൽ കേറാതിരിക്കാനാണ് കേട്ടോ ഈ കോലൊക്കെ ഇതിലിടയ്ക്ക് കുത്തി വെച്ചിരിക്കുന്നത്. ആ നോക്ക്, പാരന്റൽ ടച്ച് കണ്ടോ? ഇനി നമുക്കൊരു ക്യാരറ്റ് പറിക്കാം. ഇതെന്താടി? മുരട്ടകളാ കണ്ടോ? അത് പറിക്കുമ്പോ കാണാൻ വരുന്ന ആൾക്കാരെ സ്വഭാവം പോലെയാണ് ചിലപ്പോ വിളവെടുക്കുന്നത്. തള്ളിന് ഇവൾക്ക് ഒരു കുറവില്ല കേട്ടോ. പോടാ അവിടെ. ഇങ്ങനെയാ പറിക്കാം. ഇത് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെയാണ് പറിക്കുക. ഇയല്ലേ കൊറേ പറഞ്ഞത് പച്ചക്കറി പോയി വാങ്ങിച്ചാ പോരേന്ന്. പിന്നെന്താ ഇങ്ങനെ പറിക്കുമ്പോ ആസിഡും കൊണ്ടുപോകണം. മലയാളീസിന്റെ അടുത്ത് ഞങ്ങൾ പറയുന്നത് ശരി. എന്താ ഇത് റാഡിഷിന്റെ ഫ്ലവർ ആണ് ശ്രീ. ഇത് ഞാൻ വിത്തിന് വേണ്ടി വെക്കുന്നത് ഫ്യൂച്ചറിലേക്ക്. റാഡിഷിനൊക്കെ വിത്താന്നുള്ളത് ഞാൻ അങ്ങനെ ഒന്നും ഓർത്തില്ലായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വിത്താണ്. അല്ലല്ല, അത് ഇത് പെണ്ണി പോട്ടാ. ഇത് നമ്മള് വെള്ളത്തിൽ വെക്കുന്ന ആ ചെടിയാണേ. അത് അവള് ഇവിടെ വെച്ചപ്പോ ഞാൻ ഒരു കഷ്ണം തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ തുളസി കേട്ടോ. തുളസി എനിക്ക് ഇതോടെ തന്നു കേട്ടോ. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലം തന്നു. പക്ഷെ ഞാൻ കൊണ്ടുപോകുന്നില്ല. നമുക്കവിടെ വെയിലൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒന്ന് വെള്ളത്തിലിടാം. ഒരു കഷ്ണം മാത്രമേ ഞാൻ കൊണ്ടുപോകുള്ളൂ കേട്ടോ. പൂ ചോദിച്ചാ പൂക്കാലം തരുന്ന പറഞ്ഞു. 1000 രൂപ. അപ്പൊ പൂച്ചട്ടി എടുത്ത് 2 രീതി തലക്കടിക്കും. സ്വഭാവം മനസ്സിലായില്ലേ? ഇവളെനക്ക് അറിയില്ലല്ലോ. കഷ്ടപ്പെട്ട് വിളവെടുക്കണതിന്റെ സുഖം അറിയോ? അപ്പോ നിനക്ക് പറിക്കണോ? ഞാൻ പറഞ്ഞു വെച്ചതാ. കോളിഫ്ലവർ. ഇത് കോളിഫ്ലവർ പറിക്കാം. വന്നടി. ഇതെന്താ ഇങ്ങനെ ഇത്ര ഇടക്ക്? അടിയിന്ന് വെട്ടിയെടുക്കണം. അത് അക്കുചേട്ടൻ അടിയിൽ എടുക്കുക. അതോ ഇവിടെ മാത്രം എടുക്കുക? അറിയോ അക്കു? അങ്ങനെ നല്ല മാറി. ഞാൻ മുറിച്ചറിയാം. ഇങ്ങനെയൊന്നും അല്ലടാ. പകുതിയൊക്കെ ഞാൻ മുറിച്ചു. എന്തേ ക്രൂരത ആവരുത് കേട്ടോ അതിനോട്. ഇതിപ്പോ ഒരു കോളിഫ്ലവർ പറിക്കാനാ അമ്മാവനും. മൂർച്ചല്ലാത്ത കത്തി തന്നിട്ട് ഞാൻ പറയുന്നില്ല. ദിസ് ഇസ് വാട്ട് യു കോൾ ആസ് എക്സ്പീരിയൻസ്. കേട്ടോ, ചമ്മിപ്പോയി. വിത്ത് ലവ്. കോളിഫ്ലവർ ആയിട്ടില്ല. കോളിഫ്ലവറിന്റെ ആണോ? അല്ലടാ, ഇത് കോളിഫ്ലവർ അല്ല. ഇത് നമ്മള് വീട്ടില് വളർത്തുന്നതും പുറത്തുനിന്ന് കിട്ടുന്നതും വ്യത്യാസമുണ്ട്. അതാണ് നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കില്ലല്ലോ. ഇതാ നമ്മൾ എടുത്തല്ലോ. അതിനല്ലേ നമ്മൾ അവിടെ നിന്ന് വന്നേ. എനിക്ക് വേണ്ടാറ്. ഇത് മറ്റേ ഗണേഷ് കുമാറിനെ കണ്ടിട്ട് മറ്റേ വാര്യമ്പള്ളിയിലെ മീനാക്ഷി സ്കൂട്ടറിൽ കോളിഫ്ലവർ കണ്ടിട്ട്. അതന്നെ കോളിഫ്ലവർ കണ്ടിട്ട് കോളിഫ്ലവർ അല്ല. വണ്ടി പോരാതെ വരുമല്ലോ. ഇതൊക്കെയാണോ പാരന്റൽ കെയർ? നല്ല രസാട്ടോ. പകല് വരുമ്പോ ഭയങ്കര ഭംഗി ഇവിടെ. കാരണം ചെടിയും പൂക്കളൊക്കെ. ആയില്ലെങ്കിലും ഒന്ന് എനിക്കുള്ളതാണ്. താങ്ക് യു. കണ്ടോ, ഇതൊന്ന് പൊളിച്ച അതിൻ്റെ അകത്തൊന്ന് കാണിച്ചാ. കമ്പോസ്റ്റിലിടാ. നൈട്രജൻ ആണ്.
ഇതൊക്കെ ആ വലിയ ഡ്രം കണ്ടോ അവിടെ? കമ്പോസ്റ്റാ വളാണ്. യെസ്. വാവ്, സൂപ്പറായിട്ടോ. അതാണ് നമ്മുടെ വീട്ടിലുണ്ടായ വയലറ്റ് കാബേജ്. അക്കരെ കുട്ടിയാട്ടോ. മുട്ടൊക്കെ കുത്തിട്ടോ. വളർത്തു ദോഷം സ്കൂളിൽ വിട്ടു കുട്ടി മുട്ട കുത്തി പൂ കൊടുക്കാൻ പഠിപ്പിച്ചു. പണ്ടേ അങ്ങനെ തരലുണ്ട്, അല്ലാതെ പറയരുത്. അപ്പൊ അജു, ഐ ലവ് യു. കണ്ടോ കണ്ടോ, ആങ്ങളെയാണ് ഇത്ര ആങ്ങള. അപ്പൊ നമ്മുടെ വിളവെടുപ്പിന്റെ ഭാഗങ്ങൾ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിതൊക്കെ കൊണ്ടുപോവാണ് ഇപ്പൊ. മത്തന്റെ പൂവാണ് കേട്ടോ. കൈപ്പങ്ങയൊന്നും ഇവിടെ ഉപയോഗിക്കാതെ എല്ലാം അങ്ങനെ വാടി പഴുത്തു പോയിട്ടോ. അതില്ല, നീ എത്താത്തോണ്ടാ? അല്ല പറിച്ചിട്ട് പരിധിയില്ലേ? തിന്നണതിനൊരു പരിധിയില്ലേ? ഉണ്ടാക്കിയ സാധനം ഞാൻ കഴിക്കാറില്ല. ഇതാ ഇനിയും ഇതാ ഇടൊക്കെ ഉണ്ട്, ഒക്കെ പറിക്കാൻ മഴയാള്ള. സുഭാഷേന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അതെ അതെ അതെയോ? ഉണക്കിയതല്ലേ? ഉണക്കിയതും അല്ലാതെ ഒക്കെ തിന്നും. മതി 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 മതി. ഉണങ്ങിയതായിട്ട് അളിയനില്ലേ? ഉണങ്ങിയതായിട്ട് അളിയനില്ലേ? ഇന്റെ അളിയനല്ലേ? എടാ അതും കൂടി പറയും. ഇത് ചെരങ്ങ അല്ലേ? ഏതാണ് ഇത്? താലോരിയാ? താലോരി എനിക്കറിയില്ല, അതെന്താ നമ്മുടെ നാട്ടിൽ ഇതാ, പറയാ. ഇത്. ആ, ഇത് പീച്ചിങ്ങ. എല്ലാ നമ്മളെ നാട്ടിൽ ഞങ്ങള് പീച്ചിങ്ങാന്നാ ഞങ്ങള് പറയാ തോന്നുന്നു. ഇതിന്റെ ഇതോണ്ട് നമ്മള് കുളിക്കാൻ പറ്റില്ലേ ഉണങ്ങിയാല്? അതല്ല അല്ലേ? എന്റെ ഇത് കുളിക്കാൻ പറ്റൂലേ? പക്ഷെ അത്ര വരെ ഒന്നും വെക്കൂല, ഞാനിത് കഴിക്കും. ആ, അങ്ങനെയാണ്. തിന്നേണ്ട കാര്യം ആലോചിച്ച് കുടിക്കാൻ അല്ല, കുളിക്കാനും പറ്റുമെന്ന് പറഞ്ഞതാ. ഇതാ അതിന്റെയൊക്കെ കുട്ടികൾ കേട്ടോ. വെള്ളരിക്കത്. ആ, അത് വെള്ളരിയാണ് കേട്ടോ. ഇത് വെള്ളരി, ബേബി വെള്ളരി. അത് ഇപ്പൊ കുക്കുമ്പർ വേണ്ട, കുക്കുംബർ ആണ് കേട്ടോ. അത് ഇവിടെ നമുക്ക് കിട്ടുന്ന ബേബി കുക്കുംബർ. ഒരു കുക്കുംബർ ഞാൻ പറിക്കാട്ടോ. ഒരു കുക്കുംബർ കടിച്ചു തിന്നോ? കഴുകിട്ട് തിന്നോ? കക്കരിക്കാണ് ഇങ്ങനെയാണ് കക്കരിക്ക ഉണ്ടാവാൻ, മനസ്സിലായില്ലേ? ഇനിയും വേണമെന്ന്. താങ്ക് യു. ഞാൻ സ്നേഹം കൊണ്ടാ വീഡിയോന് വേണ്ടിട്ട് കടിച്ചതാ. അത് പറക്കല്ലേ, മറ്റേ പറക്കല് ചെറുതല്ല വലുത്. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയിട്ട് വിളവെടുത്തിട്ടില്ല കേട്ടോ. ഇത് കാണുമ്പോ ഒരു സന്തോഷം. ഇതിന്റെ ബലമായ സംശയം എനിക്കിത് പുറത്തുനിന്ന് വാങ്ങിച്ച ശ്രീ വരാൻ നേരത്ത് മണ്ണിൽ കുത്തിവെച്ചോന്നാണ്. വേറെ വല്ലതും? ഇത് ഇവന്റെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇത് വെന്റെയാണോ ഇവിടെ കാണുന്നത് എന്നാള് ഇതിന് മറുപടി ആയിട്ട് പോരെ. ഈ ഫ്ലവറിനൊക്കെ അങ്ങനെയല്ല, ആ ഫ്ലവർ ഈ ഹിബിസ്കസിന് ഒരു കഥ ഉണ്ട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു. ആ കഥ എന്ന് പറഞ്ഞേ. ഇതൊക്കെ ഇല്ലേ, ഇത് ഞാന് ഒരു ലേഡീന്റെ ഒരു യൂറോപ്യൻ ലേഡിയാണേ. ഒരു യൂറോപ്യൻ ലേഡി അവരുടെ ഫേസ്ബുക്കിൽ നിന്ന് ചെടി വാങ്ങിയ ടൈമില് അപ്പൊ അവർ എന്നോട് പറഞ്ഞു, എന്റെ ചെടിയൊന്നും വിറ്റ് പോയില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ചെടി കൊണ്ട് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ സീരിയസ് ആക്കി എടുത്തിട്ടില്ലേ, ലൈക്ക് ആക്ച്വലി പറഞ്ഞ വിചാരിച്ചിട്ട്. എന്നിട്ട് പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് അവരെന്നോട് എന്റെ ലൊക്കേഷൻ വാങ്ങിയിട്ട് ഈ ചെടിയൊക്കെ എനിക്ക് അവർ പോട്ടിലാക്കിയിട്ട് കൊണ്ടുതന്നാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്തായാലും ഇത് ഫ്ലവർ ചെയ്യുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഹിബിസ്കസ് ഏതാ കളർ. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല, ബട്ട് വാട്ട് എവർ ഇറ്റ് വിൽ മേക്ക് യുവർ ഗാർഡൻ ബ്യൂട്ടിഫുൾ. സത്യം ശരിക്കും നല്ല അവരൊരു പോസിറ്റീവ് എനർജി ഇല്ലേ. ഞാൻ തിന്ന് അവർക്ക് ആ ഫോട്ടോ ഇട്ടു കൊടുത്തു, ഇറ്റ്സ് നൈസ് ഇറ്റ് ബ്ലൂം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ എന്നോട് സ്റ്റേ ബ്ലെസ്ഡ് മൈ ഡിയർ. ഒരു യൂറോപ്യൻ ലേഡി ഇവക്ക് വണ്ടി വിളിച്ച് ഇങ്ങോട്ട് വന്ന് കൊണ്ടു കൊടുത്തതാണ് ഇത്രയത്. അത് ഏത് ചെടി ഏത് കളറാണ് ഈ ചെമ്പരത്തി എന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അത് വിരിയുന്നവർ അന്നേ പറഞ്ഞു. അത് വിരിഞ്ഞപ്പം ഭയങ്കര സന്തോഷം അവൾക്ക്. അത് അവൾ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ ഈ കഥ. ഇത് ഏതാ ചെടി? അതും എനിക്ക് അതുണ്ടല്ലോ, അത് മുമ്പ് ഇവിടെ നിന്ന ആൾക്കാർക്ക് ആരോ കൊടുത്തിട്ട് ആ ചെടി നന്ന ഉണങ്ങി പോയിട്ടുണ്ടായിന്. അപ്പൊ ഞാൻ നോക്കുന്നുള്ളൊരു വിശ്വാസമില്ല അവര് കൊണ്ടുതന്നത്. എന്താ ചെടി അറിയോ? അത് ഇൻഡോർ പ്ലാന്റ് ആണ് എന്തോ. പിന്നെ ഞാൻ അതിനെ ഔട്ട്ഡോർ ആയി വെച്ച്, പിന്നെ ആ ചെറിയ ഗ്യാപ്പ് എന്റെ പൂച്ചക്കുട്ടികൾക്ക് കിടക്കാനുള്ളതാണ്. അപ്പൊ ഇവിടെ നടക്കുമ്പോ സൂക്ഷിക്കണം, ഇവിടെ പൂച്ച എപ്പോഴും നമ്മളെ പിന്നാലെ വന്നോണ്ടിരിക്കും. ഇത് പൂച്ചകളുടെ സ്ഥലമാണ്. എന്നോട് പറയുകയാണെങ്കിൽ നമുക്ക് ചേന പറിച്ചു നോക്കാന്ന്. പക്ഷെ ചേന എനിക്ക് തോന്നുന്നു അത് അടിയിലേക്ക് ആയിട്ടില്ലെങ്കിൽ വെറുതെ അത് നശിപ്പിക്കല്ലേ. അയ്യോ, വലിയ പൂച്ച എന്നെ വന്ന് തൊടുന്നടി. പൂച്ചക്ക് അങ്ങനെ ആകാരൊന്നുമില്ല. നോക്കി, അതിന്റെ കണ്ണാണ് അതിന്റെ ഭംഗി, പച്ച കളർ കണ്ണാണ്. കണ്ണ് കാണിച്ചു. ഇതാണ് ഇത്ര ഇതിന്റെ ഭംഗി, പച്ച കളർ കണ്ണ്. എന്നെ തന്നെ ഒട്ടുന്നു കണ്ടോ.
അവിടെ മുല്ലപ്പൂവാണ് കേട്ടോ അത്. അപ്പം ഇത് ലേറ്റ് ആണെന്നാ പറഞ്ഞത്. ഞങ്ങൾ വരാൻ ലേറ്റ് ആണ്. അവള് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഉള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതും വാല്യുബിൾ ആണ് കേട്ടോ. ഇത് ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങൾ. ഒരു സന്തോഷം കുട്ടികൾക്കാണെങ്കിലേ. ഞാനായിട്ട് ഇതൊന്നും കുഴിച്ചിട്ടിട്ടില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു ഹോബിയൊന്നും ഇല്ല. എൻ്റെ നാട്ടിലാണെങ്കിൽ ഇഷ്ടമുണ്ട്, പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് അതിനുള്ള ഓപ്ഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കുട്ടികൾക്കാണെങ്കിലും ഒരു പീച്ചിങ്ങും കൂടെ തന്നു കേട്ടോ. കുട്ടികൾക്കാണെങ്കിലേ ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതും അവൾ എന്നോട് ചോദിച്ചതാണ് ഞാൻ പറിച്ചു കൊടുത്തു വിടട്ടെ എന്ന്. ഞാൻ പറഞ്ഞതാണ് പറ്റൂല, എനിക്ക് വീഡിയോ എടുക്കണം, വന്നിട്ട് ഓരോന്നും പറിക്കുന്ന വീഡിയോ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ ഈ വീഡിയോ. സന്തോഷായോ? പൂച്ചയോ? പൂച്ചനെ കൊണ്ടുപോയണ്ടല്ലോ സുവാച്ച നമ്മളെ കൊല്ലും. ഞാൻ ആദ്യം കൊല്ലും. ഓ ഞാനേ ഓളോട് ചോദിക്കണ്ടെന്നുള്ളൊരു ഞാൻ ആദ്യം കൊല്ലുന്നോള് പറയാ. കുറച്ച് മല്ലിച്ചെപ്പും കൂടെ എടുക്കാം. ഞങ്ങള് ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എല്ലാരും ഇതാവും അല്ലേ? ഇത് കാണുന്നത് എപ്പോഴും എല്ലാരും കട്ട് ചെയ്തുണ്ടാവും. അല്ലല്ല അത് അതിന്റെ വിത്താണ്. അജുവിനൊരു ബുദ്ധി നോക്ക്. ഒന്ന് വന്നേ. അജു ചോദിക്കുകയാണ് ഇത് ബീൻസ് ആണോന്ന്. അജുവിന് അത്രത്തോളം ഉണ്ട് പച്ചക്കറീനെ കുറിച്ചുള്ള വിവരം. ഇത് മതിയോ? ഇത് കുറച്ചല്ലേ ഉണ്ടാവും. മതി, ഒരു യൂസിന് മതി. നമുക്ക് ഒരു വേണ്ട ഇത് മതിയോ. ശുദ്ധമായതെല്ലാം കൊണ്ടുപോകാനുള്ളൊരു തൊരല്ലേ, അതാണത്. കരിവേപ്പില വേണം. കരിവേപ്പിലേക്ക് ഒരു കുഞ്ഞി പാക്കിന് 5 റിയാലാണ് ഇപ്പൊ വില. അമ്മേ എന്ത് മണമെന്നറിയോ ഇതിന്റെ. മിന്റ് വേണോ? വേണം. വേണ്ട. കുറച്ച് മിന്റും കൂടി അടിച്ചു മാറ്റുന്നുണ്ട്. അടിച്ചു മാറ്റില്ല കേട്ടോ, തരുന്നതാണേ. കാണാതെ പറിക്കുമ്പോഴല്ലേ അടിച്ചു മാറ്റാവുക. അവൾ പുറത്ത് വരുന്നതിന് മുമ്പ് ഗാർഡനിൽ എത്തിയിരുന്നു. ഞങ്ങളൊന്നും അടിച്ചു മാറ്റിയിട്ടില്ല. പക്ഷെ അവൾ വരാൻ വെയിറ്റ് ചെയ്തു. മര്യാദ അതല്ലേ എല്ലാം. നോക്കണ്ട. മതി നിർത്തുന്നു കരുതണ്ട. താങ്ക് യു. ഇനി കരിവേപ്പിലയാണ് നമുക്ക് അത്യാവശ്യം കേട്ടോ. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കരിവേപ്പിലേക്കൊക്കെ ഉണ്ടല്ലോ ചെറിയൊരു പാക്കറ്റിന് 5 റിയാലൊക്കെ കേട്ടോ. 5 റിയാൽ എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്നറിയോ? ഇപ്പൊ കരിവേപ്പിലയും കൂടി കൊണ്ടുപോകാം കേട്ടോ ഇവിടുന്ന്. കരിവേപ്പിലയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇത് കുഞ്ഞു ചെടിയാണ്, ഞാൻ കൂടുതൽ എടുക്കുന്നില്ല കേട്ടോ. അത് മതി, ഒരു ആഗ്രഹത്തിന് മതി. ഇല്ല ഇനിയുണ്ട് തൈകൾ, ഇനിയുണ്ട്. അത് ഇത് തൈ കാണാൻ മാത്രമേ ചെറുതുള്ളൂ. ഇത് ബുഷിയായ കറിവേപ്പിലാണ്. ഇതിൽ ഇങ്ങനെ തന്നെ വരുള്ളൂ. പക്ഷെ ഉണ്ടല്ലോ ഇത് ഇതൊക്കെ ഭയങ്കര സ്മെല്ല്. നമ്മൾ ഇവിടെ പെട്ടെന്ന് പറിക്കുന്നതായോണ്ടാ തോന്നുന്നു. മതി. ഭയങ്കര സ്മെല്ലാണ്. നല്ല സ്മെല്ല് കേട്ടോ. മിന്റിന്റെയും ഒക്കത്തിന് നല്ല സ്മെല്ലുള്ള സാധനം. ഇവിടെ നമ്മൾ കുഴിച്ചിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിട്ടേ കരിവേപ്പിലയൊക്കെ പറിച്ചപ്പോഴേക്ക് ആ കരിവേപ്പിലേൻ്റെ സ്മെല്ല് ഇങ്ങനെ വല്ലാതെ വരിക. നല്ല സാധനങ്ങൾ കുറേ കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോവുകയാണേ. ഇനി ഞങ്ങൾ ഒരു സംഭവം കൂടി ഉണ്ട്. പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതും കൂടി കുടിച്ചിട്ട് ഇവിടുന്ന് സ്ഥലം വിടും. അജുവേ വേറെ ഏതോ ഒരു ചെടി കാട്ടുചെടി കണ്ടിട്ട് ബീൻസ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അജുവിന് ബീൻസ് കാണിച്ചു കൊടുക്കുക. അജു ബീൻസ് നോക്കടാ. ഇതാണ് ബീൻസ്. ബീൻസ് ഇതാ ഇങ്ങനെയാ ഉണ്ടാവുക. കണ്ടോ? നീ എടുത്ത് കാണിച്ചത് എന്താണ്? കണ്ടോ? ബീൻസും പയറ് പോലും ഇവന് തിരിച്ചറിയില്ല. ഇതാണ് ബീൻസ്. ഇവനെ കടയ്ക്ക് പച്ചക്കറി വാങ്ങിക്കാൻ വിട്ടാലേ ഫോട്ടോ എടുത്ത് 4 വട്ടം അയച്ചിട്ടാണ് കൺഫേം ചെയ്യുക ഓരോ സാധനങ്ങൾ. മത്തങ്ങ, കുമ്പളങ്ങ ഒന്നും അറിയില്ല. ഒരുമിച്ച് എടുക്കുമെങ്കിൽ ഇന്നലെ നമ്മൾ പയറും പാവയ്ക്കും കൂടി ഞാൻ തോരൻ വെക്കും. അതാണ് സുഭാഷേന്റെ ഫേവറേറ്റ് സാധനം. പയറും പാവയ്ക്കും സുഭാഷേന്റെ ഫേവറേറ്റ്. പയറും പാവയ്ക്കും കോമ്പിനേഷൻ. ഞാൻ താങ്ക് യു പറഞ്ഞതിന് അവള് പറയണേ ശ്രീ ഈടെയായിട്ട് കുറച്ച് താങ്ക് യു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അത് വീഡിയോയിൽ കട്ട് ചെയ്തോളാന്ന് പറഞ്ഞു. ഇവിടെ അക്കു അതിനെ കാണിക്കുന്നു നോക്ക്. അജുമാമ നീ എന്താ കാട്ടിയത്? അവളെ കല്ലെടുത്ത് എറിഞ്ഞു. എന്താ അജു? ഈ കല്ലെടുത്ത് എറിഞ്ഞോ? നീലയാണോ? നല്ല പാട്ടാ തോന്നുന്നു. മേച്ചായ പാട്ടില്ലേ? ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയ പാട്ടാ അല്ലേ? നമ്മള് പണ്ടത്തെ കാലത്ത് പോയിട്ടുണ്ടാവും. ഇതിന് എത്ര മാസമായി ഉണ്ടാവും? വാല്യുബിൾ ആയിട്ടൊരു സാധനം കൂടി തന്നു കേട്ടോ. പച്ചമുളക്. ഇതൊക്കെ ഓളെ കൊയ്ത്ത് കഴിഞ്ഞതാണ് കേട്ടോ. ബാക്കിയുള്ളത് എനിക്ക് തന്നതാണ് ഇപ്പൊ.
കാണുന്നില്ല അല്ലേ? ഇതിന്റെ ഇടയിലൊക്കെ ഓറഞ്ച് തക്കാളി പച്ചക്കറിക്ക് പല ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് നനച്ചിട്ട് സബർജല്ലിയോ ആപ്പിളോ ഓറഞ്ചോ പച്ചക്കറിക്ക് പകരം സബർജല്ലി ഒക്കെ വെക്കാന്. വാഴ ഉണ്ടല്ലോ. അന്നെ സ്ലാങ് കൂടി ഞാൻ വാഴ വരെ വെച്ചു. എന്നെ വാഴാന്ന് വിളിച്ചതാടാ അത്. അല്ല ഇപ്പൊ പറഞ്ഞില്ലേ വാഴാന്ന്. പണ്ടൊക്കെ അമ്മമാരായിരുന്നു വെക്ക, അച്ഛനും വീട്ടുകാരാവും വെക്ക. ഇപ്പൊ സ്വന്തമായിട്ട് വെച്ചോടങ്ങി. മനസ്സിലായി സ്വയം. സത്യത്തിനാക്കിയതാ? അല്ല എനിക്ക് തിരിഞ്ഞിട്ടില്ല. പറയൂ. ഈ ചെടിയോടെ ഞാൻ കൊണ്ടുപോകുന്നില്ല, ഇതൊന്നൊരു കഷ്ണേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും സാധനങ്ങളും കൊണ്ട് നമ്മൾ സ്ഥലം വിടണം. ആദ്യം പായസം കൂടിയും കുടിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്ഥലം വിടും. ഒരു സന്തോഷം, ഭയങ്കര സന്തോഷമുള്ള സംഭവം കേട്ടോ അതിങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ പായസം കുടിച്ച് നമുക്ക് പിരിയാം. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ശ്രീമോളി ചിലപ്പോ കുടിച്ചു നോക്കും. കഴിഞ്ഞ പ്രാവശ്യം ഓൻ കുടിച്ച് അവിടെ വെച്ച് പോയി. അപ്പൊ ഞാൻ കരുതി ഓൻ പകുതി കുടിച്ച് നിർത്തിയതാന്ന് കരുതിയിട്ട് കളയേണ്ടായിരുന്നു, ഞാനെടുത്ത് കുടിച്ചത്. അതാണ് ഞാൻ ഈ പറയുന്നത്, ദുഷ്ടൻ. എനിക്ക് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. നീ കഴിക്കൂലെന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത് കുടിച്ചു, അല്ലാതെ എനിക്ക് എന്റെ പായസം ഒന്നും വേണ്ട. പൊന്നൂനിതാ പായസം. ഇല്ല നമ്മളിവിടെ കുറെ ആൾക്കാർ, ഇതിപ്പോ എന്റെ ഗാർഡൻ അല്ലേ, എന്റെ ഗാർഡൻ ഇൻസ്പയർ ആയിട്ട് എനിക്ക് വേറെ ആൾക്കാരും ഇൻസ്പിറേഷൻ ആയിട്ട് കറിവേപ്പില കൊണ്ടുതരും. കരിവേപ്പിലേക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഒരു കൊട്ട കരിവേപ്പില വന്നിട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞ കരിവേപ്പിലേക്ക് ഇപ്പൊ ഇവിടെ ഭയങ്കര റേറ്റ് ആണ്. ഇതൊക്കെ എന്ത് പക്ഷെ ഞാൻ സത്യമായിട്ട് ഞാൻ ഇന്നലെ വാങ്ങിച്ച കരിവേപ്പിലേക്ക് 5.2. ഇതിന്റെ 10 ഒരു ഭാഗം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതിലും കുറെ കേടായിരുന്നു. പക്ഷെ ഇത് നോക്ക്, ഫ്രഷ് കരിവേപ്പില. സ്മെല്ല് നോക്ക്, നല്ല മണമുള്ള കരിവേപ്പില കേട്ടോ. അക്കു ഇവിടെ നിന്നൊരു ബെല്ലടിച്ചാനാണത്. ബെല്ലടിക്കണത്രേ. ആ ഒരു ബെല്ലടിക്കാൻ ഇവിടെ. നീ ഇത് ബെല്ലടിച്ചിട്ട് ഉള്ളു കയറാ? അതുകൊണ്ട് നീ നല്ല രസം. ഇത് ചിക്കു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗി. അന്നേ ഞാൻ കരുതിയതാണ്. ആണോ? ഇത് മാഗ്നറ്റാ? ഇല്ല ഇത്. ആ ഇത് അങ്ങനെ ഫിക്സ് ചെയ്യുന്നല്ലേ? ഇങ്ങനെ ആരെങ്കിലും. ഇവിടെ ഒരു കൃഷ്ണൻ കൂടി ഉണ്ട്. ഇവിടെ ഒരു കൃഷ്ണനും കൂടി ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ മുട്ടിയാ നീ കേക്കുവോ? ആ ഇങ്ങനെ അറിയാൻ വച്ചുണ്ട് കേട്ടോ. ഇവിടെ ആരും വരാനില്ലാത്തോണ്ട് ആരും മുട്ടാനില്ല. അപ്പൊ ഞാൻ ഒറ്റക്ക് മുട്ടിയിട്ട് ഞാൻ തന്നെ ഉള്ളിൽ കയറും. നല്ല. ഇവിടെ വന്നിട്ട് ഇവളെ ഡോർ ഓപ്പൺ ചെയ്യാൻ ഞാൻ കുറെ പാട് കിട്ടോ. അപ്പൊ മേലേക്ക് വരുമ്പോ ഞാൻ അങ്ങനെ മേലേക്ക് പോകും കേട്ടോ. അപ്പൊ എന്താ വെച്ചാല് ഇത് ഇങ്ങോട്ടാണ് അത്രേ. അവള് പറഞ്ഞതാണ് അതിന് കാരണം. എന്താ ഇതെന്താ കാരണം എങ്ങനെ ഉണ്ടാക്കാൻ? അത് ഇവളുടെ ഹൗസ് ഓണറിന്റെ ഒരു വെറൈറ്റി ട്രൈ ആണ്. ഇങ്ങോട്ടാ തുറക്കുക. പറിക്കണോ? വേണ്ട വേണ്ട, മണ്ണില്ലാത്തതൊക്കെ ഒരുമിച്ച് പാക്കിംഗ് ആണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റേജ് അതായാലും ഇവിടെ തന്നെ വെക്കിട്ടോ. മാത്രം വെക്കാനുണ്ടാവുള്ളൂ. ഇത് വേറെ സെപ്പറേറ്റ് കൈ പിടിച്ചോ. അതിലൊക്കെ ഇതിൽ വെച്ചാൽ ഇതിൽ വേറെ സാധനം. എനിക്ക് ഇലയോടെ കാണാനാ. അപ്പൊ തിന്നുന്നില്ല. കാണാനാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, കണ്ടുകൂടെ? പിന്നെ വീട്ടിൽ തന്നെ വീഡിയോ കഴിഞ്ഞില്ലേ? ഇല മാറ്റിക്കൊന്നാല് വീഡിയോ ഇതൊന്നും എനിക്ക് ഒരു കഷ്ണം എടുത്ത് തന്നെ. അത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ പോവാത്. വെള്ളത്തിലിടാം. ഇത് ചിക്ക് വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. വേര് പൊട്ടാതെ വലിക്ക്. ഈ കത്രി ഇതുകൊണ്ട് നിനക്ക് അടിയെടുത്ത്. ഇതൊക്കെ ആരതാ? നമ്മളത് നോക്കണ്ട നീ. അല്ല ശ്രീ വീഡിയോ എടുത്ത് പോവില്ലേ? ഇവിടെ ജീവിക്കണ്ടേ? എന്റെ ചെടിയും പൂച്ചയും ഞാനൊക്കെ ഇടത്ത്. അത് വേര് പോയി. അതാ ഞാൻ പറഞ്ഞത്, വേര് വേണം. നേരെ ഇത് വേര് ഇങ്ങനെയാണ്. ഇത് വേരോടെ മാറുന്നത്. ഓക്കെ. പൂച്ചക്കുട്ടികൾ എന്റെ കാര്യം വേരുള്ളൊരു കഷ്ണം നോക്കി എടുത്താട്ടോ. ഓക്കെ. വാവ്, എഫക്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. കാറ്റ് ശ്രീ വേരോടൊക്കെ എടുക്കുന്നത് മുടിക്കൊക്കെ എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. എന്തുവാ ഇതിപ്പോ ചെടിയോടെ എടുത്താ ഒന്നിച്ച് ചട്ടിയോടെ എടുത്താ മതിയായിരുന്നല്ലോ. എന്നിട്ടൊക്കെ കൂടി കഴുകിയിട്ട് വേര് മാത്രം എടുത്താ മതി, അത്രേ ഉള്ളൂ. വേരിൽ നിൽക്കുവോ? അങ്ങനെയല്ലേ ഇപ്പൊ ശ്രീ പറഞ്ഞിന്. ഇതിപ്പോ എന്നോട് ബല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എനിക്കിത് വേരോടെ ഒരു കഷ്ണം കിട്ടണം. ഇത് പടർന്നിരിക്കുക. അതാ ഞാൻ പറഞ്ഞിന്. എടുത്തിട്ട് അത് വേറെ ഇളക്കിൽ കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഞാൻ ചട്ടിയോടെ തന്നെ എടുക്കും. എന്തൊക്കെയായിരുന്നു ഞാനിപ്പോ വേറെ ഇളക്കുമ്പോൾ അത് പൊട്ടി പൊട്ടി പോവാ. അപ്പൊ നല്ല കെയറോടെ ഇളക്കണം തോന്നുന്നു. ഇളപ്പ് മാത്രമേ ഉള്ളൂ. കൊല്ലു തന്നെ ഉറപ്പല്ലേ? രണ്ടാമത് ചിന്തിക്കൂല എല്ലാത്തിനും. പേടിച്ചു പോയി നന്ദാ. നീ അങ്ങനെ നിന്നപ്പോ അത് പേടിച്ചു പോയി.
നമ്മളെ കൂടെ പുറത്തേക്ക് വരുന്നു. ഓ മക്കളെ, ഇവള് 18 വയസ്സാവാതെ പുറത്തേക്ക് ഇറക്കൂല. പച്ചക്കറി വാങ്ങിക്കൂ, അവൾ അടച്ചോളൂ. നല്ല അനുസരണമുള്ള മക്കളാ നിന്റെ. അങ്ങനെ ഞങ്ങള് ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ചു പോന്നു.